അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു പഫ്സ് പോളയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പഫ്സൊക്കെ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ മസാലയൊക്കെ ആക്കിയിട്ട് ഒരു പോള ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം പഫ്സ് പോളക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുക. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ഓണാക്കുന്നുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് മുറിച്ചത്. എന്നാലും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉള്ളിൻ്റെ ചെറിയ കളർ മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മസാലയിൽ ഇട്ടതിന് ശേഷം ചെറിയ തീയിലായിരിക്കണം ഇത് വേവിച്ചെടുക്കാൻ. ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാല. അതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തുറന്ന് നോക്കാം. മസാലയുടെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. മറ്റു കാര്യങ്ങൾ ചെയ്യാം. ഇനി മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. അതിന് ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ചേർക്കുന്നുണ്ട്. പാൽ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയാണ് അടിക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് പാൽ. നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഇങ്ങനെ വരട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്രെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കുക. മുട്ടയിൽ ബ്രെഡ് നല്ലപോലെ മുക്കിയെടുക്കുക. ഈ നടുക്കൊക്കെ പീസ് മുറിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പഫ്സിൻ്റെ അതേ മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എങ്ങനെയാണോ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പഫ്സിൻ്റെ മസാല ഉണ്ടാകുക, ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഫ്സ് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്നാവും. 3 മുട്ട പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണോ പഫ്സിന് വെച്ച് കൊടുക്കുന്നത് അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് നേരത്തെ ചെയ്ത പോലെ ബ്രെഡ് മുക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്ത് എടുത്താൽ മതി. അതിന് ഇതൊന്നും നോക്കണ്ട, ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇത് നല്ലപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓട് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ഓട് വെക്കുന്നത് പിന്നെ ഡയറക്റ്റ് നമ്മൾ അടുപ്പിൻ്റെ മേലെ വെച്ചാൽ ചിലപ്പോൾ അടുക്കി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വെച്ചാൽ അടുക്കി പിടിക്കാതിരിക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് പിന്നെ ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കമിച്ച് വെച്ചിട്ട് ഇതിലേക്ക് മെല്ലെ തട്ടിയെടുക്കാം. അതുകൊണ്ടാ നല്ല നല്ല ഒരിഞ്ഞ നല്ല കളറിലും വന്നിട്ടുണ്ടാ. നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടിഭാഗം കൂടി ഇത് ചെറുങ്ങനെ ഇത് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യുന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കിഡില് നല്ല നല്ല ഭംഗിയില്ല. ഇത് കാണാൻ തന്നെ റെഡി ആയിട്ടുണ്ട്. പപ്സിൻ്റെ അതേ രുചിയാണ്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ല നല്ല മസാലയൊക്കെ ആയിട്ട് നല്ല രസമുള്ള പപ്സ് പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.